എനിക്കൊണ്ട് ജയരാജ് സാറിന്റെ ഒരു സ്കൂളിൽ നിന്നാണ് വരണത് അല്ലേ? എങ്ങനെയാണ് ശരിക്കും ഇപ്പൊ കുറെ വർഷങ്ങളായി അപ്പൊ ജയരാജ് സാറിന്റെ കൂടെയാണോ സിനിമ പഠിച്ച് തുടങ്ങുന്നത്? അങ്ങനെയാണോ സ്വതന്ത്രമാവുന്നത്? ജയരാജ് സാറിന്റെ സിനിമ കണ്ണകിയിലൂടെ തന്നെ എങ്ങനെയാണ് കണ്ണകിയിലൂടെയാണ് സ്വതന്ത്രമാവുന്നത്. പക്ഷെ എത്തിപ്പെട്ടത് എങ്ങനെയാണ്? ജയരാജ് സാറിന്റെ അടുത്ത് എത്തിപ്പെട്ടത് എങ്ങനെയാണ്? അതൊരു വലിയ കഥ. എന്താണെന്നറിയോ? അല്ല, അതിന് മുമ്പ് സിനിമയായിട്ട് എന്തെങ്കിലും ഇവിടെ നാടകമായിട്ട് ബന്ധമുണ്ടായിരിക്കും? നാടകം, കണ്ണൂർ കലാ, സാഹിത്യം, സംഗീതം അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ സിനിമയിൽ പാട്ട് പാടാൻ അവസരം കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് കയറുന്നത്. ഓക്കെ. അങ്ങനെ എന്നെ സിനിമയിലേക്ക് ഇറക്കുന്നത് ശരിക്ക് നമ്മുടെ സുരേഷ് അല്ലേ, ജി സുരേഷ് കുമാർ, ജി സുരേഷ്, അദ്ദേഹമാണ് എന്നെ സിനിമയിലേക്ക് ഇറക്കുന്നത്, എൻ്റെ ഗോഡ് ഫാദർ. ഓക്കെ ഓക്കെ ഓക്കെ. അദ്ദേഹത്തിലാണ് ആദ്യം എത്തിപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിപ്പെട്ടപ്പോൾ അദ്ദേഹം എന്ന് വെച്ചാൽ അന്ന് വലിയ പ്രൊഡ്യൂസർ സംഭവം. പക്ഷേങ്കിൽ ഒരു കാരണവശാലും നമുക്ക് സിനിമയിലേക്ക് അങ്ങ് പോകാനുള്ള മനസ്സ് പുള്ളി ഉണ്ടായി തന്നു. വളരെ പ്രോത്സാഹനമായിരുന്നു. എന്നോട് ചോദിച്ചതെന്ന് വെച്ചാൽ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പാട്ടാണ് എനിക്ക് വേണ്ടതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു പാട്ട് അത്ര എളുപ്പമല്ല സംഭവം, വേറെ എന്താ സംഭവം? ഞാൻ പറഞ്ഞു എനിക്ക് അത്യാവശ്യം എഴുതാനും കാര്യമൊക്കെ അറിയാം. അപ്പോൾ പുള്ളി പറഞ്ഞു ഏതാണ് കാറ്റഗറി, അന്ന് ഈ IV ശശി ഇവരൊക്കെ ജീവിച്ചിരിക്കുന്നതാണ്. ആ സ്റ്റൈൽ പടമാണെങ്കിൽ നമുക്ക് ശശിയേട്ടൻ്റെ അടുത്ത് പോകാം, ഈ സ്റ്റൈലാണ് ഇന്നാളടുത്ത് പോകാം. അല്ല പിന്നെ പൊളിറ്റിക്കൽ ആ രീതിയിലേക്കാണ് ടി ദാമോദരൻ പോലെയുള്ള ആൾക്കാരുണ്ട്, ഇവരുണ്ട് അങ്ങനെ പല എന്നോട് പറഞ്ഞു എങ്ങനെയാണ് നിങ്ങളുടെ ടേസ്റ്റ്, അഭിരുചി എന്നൊക്കെ ചോദിച്ചു. വളരെ സ്നേഹത്തോടുകൂടി വീട്ടിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാനിങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു ഭരതൻ സാറിൻ്റെ സിനിമയൊക്കെയാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞു. ഇത് നടക്കില്ല, ഒരു കാര്യം ചെയ്യാം, ജയരാജിനെ പരിചയം. അങ്ങനെയാണ് ജയരാജ് സാറിനെ പരിചയപ്പെടുന്നത്. ജയരാജ് സാറിൻ്റെ അടുത്ത് പോയി ഞങ്ങൾ സംസാരിച്ച് അങ്ങനെ പഠനം ആരംഭിക്കുകയാണ് സംഭവം. അങ്ങനെ മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിലാണ് ഈ പടം എഴുതണം എന്നുള്ള നിലയിലേക്ക് വരുന്നത്. ഞാൻ സിനിമകളിൽ വർക്ക് ചെയ്തിട്ടില്ലേ? അല്ല, വർക്ക് ചെയ്തിട്ടില്ല. തിരക്കഥ തീർത്തതിന് ശേഷം ഞാൻ വർക്ക് ചെയ്യുന്നത്. പിന്നെയാണ് അസിസ്റ്റന്റ് ആകുന്നത്. ശരി. പിന്നെ സാറിന്റെ എല്ലാ പടങ്ങളിലും. അപ്പൊ ആദ്യം സാറിനെ പരിചയപ്പെട്ട് ജയരാജ് സാറിന്റെ കണ്ണകിയിലെ എഴുത്തുകാരനാണ്. ഈ കണ്ണകി പ്രൊജക്ട് ഈ പറഞ്ഞ പോലെ അത് ഷേക്സ്പിയറിന്റെ തന്നെയാണ്. ഷേക്സ്പിയർ ഡ്രാമ ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പൊ അതെങ്ങനെയാണ് അത് എഴുതാൻ പറയുകയാണോ അങ്ങോട്ട്? അതെന്താ സംഭവം എന്ന് വെച്ചാല് ഞങ്ങളിങ്ങനെ ചർച്ചകളും കാര്യങ്ങളൊക്കെ പോയിട്ട് ഒന്നിച്ച് ഈ പഠനം എന്ന് പറയുന്നത് സിനിമയിൽ വർക്ക് ചെയ്യുക മാത്രമല്ലല്ലോ, അതിന്റെ തിയറി പഠിക്കുന്ന പോലെ സംഭവം ചർച്ചകളും യാത്രകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എല്ലാ പടത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആണ് ഇങ്ങനെ ഒരു പ്രൊജക്ട് ചെയ്യണം സംഭവം എന്ന് പറയുന്നു. കാരണം അദ്ദേഹം ആദ്യം ഒരു ഷേക്സ്പിയർ പ്രോജക്ട് ചെയ്തിട്ടുണ്ടല്ലോ, സമയമാണ്. അപ്പോഴത്തേക്കാണ് പിന്നെ പുതിയ ഏത് സംഭവം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാരണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ ഇതിലേക്ക് എത്തുന്നത്. എത്തിയപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറയേണ്ട അന്ന് ആരും എഴുതാൻ തയ്യാറാവുന്നില്ല. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോക്ക് ഫൈറ്റ്, കോഴിപ്പോരിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു കഥ രൂപീകരിച്ച് വരിക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമേ അല്ല. കാരണം ഞാൻ ആൾക്കാർ പേര് പറയുന്നില്ല, പലരും എന്നുള്ള രീതി. അന്ന് കാരണം അന്ന് പ്രഗത്ഭരായ എഴുത്തുകാർ ജയരാജ് സാറിൻ്റെ കൂടെ നിൽക്കുന്ന സമയമാണ്, ഹിറ്റുകൾ കൊടുക്കുന്ന സമയമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്, നീ ചെയ്യണമെന്ന്. അങ്ങനെയാണ് സംഭവം വരുന്നത്. അങ്ങനെ സംഭവം ഇരുന്ന് പഠിച്ച് പിന്നെ പല സ്ഥലത്തും പോയി റിസർച്ച്, ഒഴിഞ്ഞാമ്പാറ, പിന്നെ ഈ കോക്ക് ഫൈറ്റ് എവിടെയൊക്കെയാണ് ഉള്ളത് അവിടെയൊക്കെ പോയി ഇതിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ച് പിന്നെ ഷേക്സ്പിയർ തീം പിന്നെ ആദ്യമൊക്കെ വായിച്ചിട്ടുണ്ട്. അതൊന്നും കൂടി നല്ലോണം ഗ്രഹിതമാക്കി. അതിൽ ഓരോ ക്യാരക്ടേഴ്സിനെ നമ്മൾ എന്ത് ചെയ്ത്, ഉദാഹരണമായിട്ട് പാമ്പിയസിന്റെ കഥാപാത്രം ഉണ്ടായില്ലേ, അത് ആണ് പിന്നെ കൗണ്ടർ എന്നൊരു കഥ മനോജ് കെ സീസറായിട്ട് ചോമ അത് ചെയ്തിരിക്കുന്നത് നമ്മുടെ സിദ്ദീഖ്, ആന്റണി ആയിട്ട് മാണിക്കൻ, ക്ലിയോപാട്രയായിട്ട് കണ്ണകി. അപ്പൊ ഈ ഓപ്ഷൻസ് ഒക്കെ തന്നെ ഇവര് തന്നെയായിരുന്നു ആദ്യം? അതോ ഞാൻ പറഞ്ഞ സൂപ്പർ താരങ്ങളൊന്നും അല്ല അതല്ല അഭിനയിച്ചത്? ഞാൻ അന്ന് ജയരാജ് സാർ വിചാരിച്ചാൽ സൂപ്പർ താരങ്ങളൊക്കെ കിട്ടും. ഇല്ല, എന്താണെന്നറിയോ, സാറ് കറക്റ്റ് മനസ്സിലേക്ക് ഉണ്ടല്ലോ പിക്ചറൈസ് ചെയ്തിട്ട് ആദ്യം തന്നെ എന്നോട് പറഞ്ഞു നമുക്ക് നന്ദിതാദാസിനെ അഭിനയിപ്പിക്കാം, പിന്നെ ഇതിൽ പറ്റുന്നത് ഇന്ന ആളാണ് സംഭവം. അങ്ങനെ ലാൽ സിദ്ദിഖ് ആ ഒരു സെലക്ഷൻ അന്ന് അത് തന്നെയായിരുന്നു ഫസ്റ്റ് ഓപ്ഷൻസ്. അപ്പൊ ലാലിനെ തന്നെയാണ് നമ്മൾ ആദ്യം വിളിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ സിദ്ദിഖൊക്കെ. പക്ഷെ പലരും തയ്യാറായി വന്നതാണ് കേട്ടോ ആ ഒരു പടം ചെയ്യണമെന്ന്. പിന്നെ പടം ചെയ്യണമെന്ന് എനിക്ക് ഓർമ്മയുണ്ട് ശരിക്ക്. പിന്നെ അവരതിനു വേണ്ടി വളരെ ത്യാഗം സഹിച്ചിട്ടുണ്ട്, ഇരുന്ന് പോക്കും യാത്രയും. അതേപോലെ തന്നെ ഈ അപ്പിയറൻസ് ഉണ്ടല്ലോ, നമ്മുടെ സിദ്ദീഖ് ഖാന്റെ അപ്പിയറൻസ് ഒക്കെ പിന്നെ റഷീദ് ഖാനെ വിളിച്ചെല്ലാം കറക്റ്റാക്കി സംഭവമാക്കി. പിന്നെ ശരിക്കും പറയാന്ന് വെച്ച് കഴിഞ്ഞാലേ അതൊരു നാടകം ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ ചെയ്തെല്ലാം ഭയങ്കരമായിട്ടൊരു കാര്യം. പിന്നെ ഇവൾ തന്നെ തിയേറ്റർ ആർട്ടിസ്റ്റ് അല്ലേ അവര്, സന്ധ്യദാസ്. അവരുടെ ഭയങ്കര ഇൻവോൾവ്മെന്റ് ആയിരുന്നു.
പിന്നെ എനിക്ക് നല്ല ഹാർഡ് ഓപ്പണിംഗ് തന്നെയാണ് അന്ന് കിട്ടിയത്. നല്ലൊരു opening ആണ്. ഓപ്പണിംഗ് ആ ആ അത് കഴിഞ്ഞെങ്കിൽ പിന്നെ ജയസാറിന് അശ്വാരൂഢൻ അശ്വാരൂഢൻ എഴുതി, പിന്നെ ആനന്ദ ഭൈരവി. അത് കൂടാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പടത്തിലും ഞാൻ ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്തു. കൂടെ ഉണ്ടാവും. പിന്നെ ജയരാജിന്റെ ശിഷ്യന്മാരായിട്ട് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, അവരുടെ കൂടെയും അവർക്കും വേണ്ട കാര്യങ്ങൾ ചെയ്തു.